കമ്പനി ബോർഡ് LGSന്റെ ടൈം ടേബിൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കമ്പനി ബോർഡ് LGSന്റെ ടൈം ടേബിൾ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈം ടേബിൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമാണ്. നമ്മൾ 10 ഡേ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 5th ഡേയിലാണ് നിൽക്കുന്നത്. 5th ഡേയിൽ നമുക്ക് ടൈം ടേബിളാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പം ഈ കമ്പനി ബോർഡ് LGSന്റെ ടൈം ടേബിൾ തന്നെ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ബോർഡ് LGS ആണ് ഒരു ബിഗിനറിന് തുടങ്ങാൻ പറ്റിയ ഒരു എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ എക്സാം എന്താ കമ്പനി ബോർഡ് LGS ആണ്. നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ ഇല്ല, നിങ്ങളുടെ സിലബസ് കുറച്ചും സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും, പഠിച്ച് ക്ലിയർ ആക്കാൻ പറ്റും, ആ സിലബസ് കവർ ചെയ്യാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുന്ന എക്സാംസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ കമ്പനി ബോർഡ് LGS ആണ് ഏതൊരാൾക്കും തുടങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു എക്സാം. അപ്പോൾ നല്ലൊരു ചാൻസ് വന്നേക്കുന്നത്, അത്യാവശ്യം വേക്കൻസി ഉണ്ട്, പഠിച്ച് ഇതിനകത്ത് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയും കിട്ടും. മനസ്സിലായ? അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, ആത്മാർത്ഥം കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. നമുക്കിപ്പം ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് എന്താ ഒരു റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഹോം മേക്കറാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് ആണെന്ന് വെച്ചോ. അപ്പോൾ വർക്കിംഗ് ആണെങ്കിലും സ്റ്റുഡൻ്റ് ആണെങ്കിലും ഹോം മേക്കർ ആണെങ്കിലും എന്താ ഇതൊരു റെഫറൻസ് ആയിട്ട് എടുക്കുക. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ 1 മണിക്കൂർ പറയുന്നത് നിങ്ങൾക്ക് ഒരു ഇപ്പം വേറെ വർക്കൊന്നുമില്ല, വീട്ടിൽ തന്നെ ആണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല പഠിക്കാം എന്നുള്ള ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂർ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും, എടുത്ത് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിന് തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ ഞാൻ പറയുന്ന കാര്യം അരമണിക്കൂറിലാക്കാനും എന്താ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കരുത്, അയ്യോ അവർക്ക് ഒരുപാട് സമയമുണ്ടല്ലോ പഠിക്കാൻ, എനിക്ക് അത്ര സമയമില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ എത്ര മണിക്കൂറാണോ പഠിക്കുന്നത് അത് ആ ഇൻറ്റൻസിറ്റി കൊടുത്ത്, ആ ഒരു എഫക്റ്റ് കൊടുത്ത്, ആ ഒരു ക്വാളിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ അത് മതി, ആ സമയം മതി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഈ ജോലി വാങ്ങിക്കുന്നവർ മിക്ക ഇത്തരം സ്ട്രഗിൾ അനുഭവിച്ച് സമയമില്ലാതെ എപ്പോഴും ഊണിലും ഉറക്കത്തിലും ആ ചിന്ത ജോലി വേണം എന്നുള്ള ചിന്തയായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. മനസ്സിലായി? അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ആ ജോലി കിട്ടുന്നത്. അല്ലാതെ എനിക്ക് ഒരുപാട് സമയമുണ്ട്, എങ്കിൽ പിന്നെ പഠിക്കാം എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് കിട്ടത്തില്ല. മനസ്സിലായി? അപ്പം നമ്മൾ എപ്പോഴും നിങ്ങൾ ഏത് സമയത്തും അതിനെപ്പറ്റിയായി നിങ്ങളുടെ ചിന്ത. നിങ്ങൾ പഠിക്കുന്ന മണിക്കൂറുകൾ കുറവായിരിക്കും, പക്ഷെ നിങ്ങൾ അതിനെപ്പറ്റി മറക്കുന്ന ഒരു സെക്കൻഡ് പോലും കാണരുത്. എപ്പോഴും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കണം, എനിക്ക് ആ ജോലി വേണം. നിങ്ങൾ എപ്പോഴും അതിനെപ്പറ്റി ഇങ്ങനെ ഭയങ്കര ഭ്രാന്തമായിട്ട് ആലോചിക്കണം, എനിക്ക് ആ ജോലി കിട്ടും എന്ന് ആലോചിക്കണം. അപ്പം നിങ്ങൾക്കത് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ഒരു ഹോം മേക്കറാണ്, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഫുൾ ടൈം പഠിക്കാൻ പറ്റുന്ന ഒരാളാണെന്ന രീതിയിലാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ 5th ഡേയിലെ ടാസ്ക്കാണ് ടൈം ടേബിൾ എന്ന് പറയുന്ന സംഭവം. അത് സെറ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക, പ്രാക്ടിക്കലായിട്ടുള്ള സെറ്റ് ചെയ്യുക. നമുക്കിനി വർഷം മൊത്തം ഫോളോ ചെയ്യാനുള്ള ടൈം ടേബിളാണ്, നമ്മൾ ഇനി അങ്ങോട്ട് മൊത്തം ഫോളോ ചെയ്യാൻ പോകുന്ന ടൈം ടേബിളാണിത്. അപ്പം കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റും, ഇതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ള രീതിയിൽ വേണം അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതല്ല, നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി മാത്രം ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ 4 മണിക്ക് എണീക്കുകയാണെന്ന് വിചാരിച്ചോ. ഒരുപാട് ആൾക്കാരെ കണ്ണ് തെള്ളി. 4 മണിക്കാ? 4 മണിക്ക് എണീക്കാൻ പറ്റത്തില്ലേ? നമ്മൾ നേരത്തെ കിടക്കുകയാണെങ്കിൽ 4 മണിക്ക് എണീക്കാം. അല്ല, നിങ്ങൾ താമസം കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് എണീറ്റാൽ മതി. മനസ്സിലായോ? അതൊക്കെ ഡിപ്പെൻസ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾ 4 മണിക്ക് എണീക്കാം. ഓക്കെ, 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ടൈം കിട്ടും. ഗോൾഡൻ അവർ എന്നൊക്കെ പറഞ്ഞ സമയമില്ല, ആ സമയം നമുക്ക് കിട്ടും. നമുക്ക് ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ ഞാൻ നൈറ്റ് ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. നൈറ്റ് ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് എന്നുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം സൈലന്റ്, ആരും ബഹളമൊന്നുമില്ല. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഇടയ്ക്ക് ഒരു പവർ നാപ്പാണ് എടുക്കണം. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് ടയേർഡായിട്ടൊക്കെ വരുന്നില്ലേ, അപ്പോൾ നമ്മൾ ഒരു പവർ നാപ്പ് എടുക്കണം. നമുക്ക് അത് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെയാണ് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റുന്നത് എന്നുള്ള വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രാവിലെ 4 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചോ. 4 മണിക്ക് എണീറ്റിട്ട് 4 മണിക്ക് എണീറ്റ് നമുക്ക് ഡയറക്റ്റ് ഒന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. നമ്മളെന്താ 4:30 വരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ, ഫ്രഷ് ആവുന്നു, പല്ല് തേക്കുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വെള്ളം കുടിക്കുന്നു ഒക്കെ ചെയ്യാം. അപ്പോൾ വെള്ളം കുടിക്കണം, രാവിലെ എണീറ്റ് വെള്ളം കുടിക്കാൻ നല്ലതാണ് കേട്ടോ. വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബവൽ മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആവും. പിന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും. രാവിലെ തന്നെ നമുക്കൊരു നല്ല ഫ്രഷ് വാട്ടർ കഴിക്കുക, എന്തെങ്കിലും ചെറിയൊരു ഫ്രൂട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ അത് കഴിക്കുക, നല്ലോണം ഒന്ന് ഡീപ്പ് ബ്രെത്ത് എടുത്ത് വിടുക, അതൊക്കെ ചെയ്യാൻ പറ്റും. രാവിലെ ഒരു അരമണിക്കൂർ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എന്നിട്ട് 4:30 തൊട്ട് 5 മണി വരെ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ആവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച് കഴിഞ്ഞ പോർഷൻസ് ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നോക്കുക. അത് പിന്നെ പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി എന്തൊക്കെ പഠിക്കാനുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ തലേന്ന് രാത്രി, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്തൊക്കെയാണ് ഇന്ന് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, മാത്സ് പഠിക്കാനുണ്ട്, ഓക്കെ ഇതൊക്കെയാണ് എനിക്ക് പഠിക്കാനുള്ളതെന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ 4:30 to 5 എന്താ പ്ലാനിങ് ആൻഡ് റിവൈസിങ്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, റിവൈസ് ഇരിക്കാൻ നമുക്ക് സമയമൊന്നുമില്ല. നമ്മൾ 4 to 4:30 നമ്മൾ എന്ത് ചെയ്തു, രാവിലെ എണീറ്റു, നമ്മളൊന്ന് ആ ഒരു ഉറക്കച്ചടവൊക്കെ മാറാൻ വേണ്ടി ഒന്ന് ഇരുന്നു, കുറച്ച് നേരം ഓക്കെ ബ്രീത്തൊക്കെ എടുത്തു, ഓക്കെ എല്ലാം സെറ്റായി, വെള്ളം കുടിച്ചു, നമ്മളെല്ലാം ചെയ്തു. ഇനി 4:30 to 5 മണി വരെ നമ്മൾ എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന് പ്ലാൻ ചെയ്തു. 5 to 6 ഈ സമയം നമ്മൾ ഏറ്റവും പാടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ, മനസ്സിലായോ, ആ ഒരു ഏരിയ നോക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം 5 to 6 മണി വരെ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മാത്സ് ആയിരിക്കും. അപ്പോൾ ആ മാത്സ്
രാവിലെ അങ്ങ് പഠിക്കുക. കാരണം എന്താ, അത് പാടുള്ള കാര്യമാണ് അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ രാവിലെ ഫ്രഷ് മൈൻഡായിട്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്തായാലും എണീറ്റ് ഞാൻ മാത്സ് പഠിക്കാനാണ് എന്നുള്ളൊരു കോൺഷ്യസ് ഇല്ലാത്ത ഇരുന്ന് പഠിക്കുക, മാത്സ് ഇരുന്ന് പഠിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റബിൾ ആണ്, ഞാൻ നിർബന്ധിച്ച് പറയുന്നതല്ല. എനിക്ക് രാവിലെ ഉണ്ട് മാത്സ് ഒന്നും എടുത്ത് വെച്ച് പഠിക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് പാടല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സെക്കൻഡ് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യം എടുത്ത് വയ്ക്കാം. ക്ലിയർ ആണല്ലോ? അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ എന്ത് ചെയ്യുക, 5 to 6 വയ്ക്കുക, ഒരു മണിക്കൂർ പഠിക്കുക. പഠിക്കുമ്പം ആലോചിക്കുക നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഡീപ്പ് വർക്കാണ്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈൻഡ് എങ്ങോട്ട് ഡിസ്റ്റോർട്ടായിട്ട് പോകരുത്, നമ്മൾ ഫോൺ എടുക്കണമെന്ന് ഒന്നും തോന്നരുത്. നമ്മൾ എന്താ, മാത്സ് ആണെങ്കിൽ നമ്മൾ മാത്സ് കൊണ്ടിരിക്കുക, അത് നമ്മൾ ചെയ്യുക, കണക്ക് ചെയ്യുക, പ്രോബ്ലം ചെയ്യുക, സമയം പോകുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുക. മനസ്സിലായ? 5 to 6 ഒരു മണിക്കൂർ നിങ്ങൾ മാത്സ് ആണോ എന്താണോ നിങ്ങൾ പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? എന്നിട്ട് പിന്നെ നിങ്ങൾ ചിലപ്പം 6 to 7 നിങ്ങൾക്ക് സമയം കിട്ടുമായിരിക്കും. 6 to 7 നിങ്ങൾ എന്താ അടുത്ത സെക്കൻഡ് ഡിഫിക്കൽട്ട് തിങ് ചെയ്യുക. അത് ഇന്റർചേഞ്ചബിൾ ചെയ്യാം. ആദ്യമേ നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വെച്ച് ചെയ്യാം. എന്തായാലും 6 to 7 അടുത്തൊരു സബ്ജക്റ്റ് എടുക്കാം. നിങ്ങളിപ്പം പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ ജോഗ്രഫിയോ ഹിസ്റ്ററി എന്തെങ്കിലും ആയിരിക്കും, അതെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ 7 to 8 ഇതെനിക്ക് നിങ്ങൾക്കിപ്പം 7 to 8 ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുങ്ങാനൊക്കെ ഉള്ള സമയമായിരിക്കും, ചിലപ്പം അതെന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. അതൊരു 7 to 8 നമുക്ക് മിക്ക ആൾക്കാർക്കും അത് പ്രശ്നം വരാറില്ല. അപ്പോൾ സ്കൂളിൽ പോകുന്നതാണെങ്കിലും കോളേജിൽ പോകുന്നതാണെങ്കിലും വർക്കിന് പോകുന്നതാണെങ്കിലും 7 to 8 വലിയ ബുദ്ധിമുട്ട് വരത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടെ എന്താ വേറെ എന്തെങ്കിലും സബ്ജക്റ്റ്, സയൻസോ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് അവിടെ വയ്ക്കുക. അപ്പോൾ നമുക്ക് 3 മണിക്കൂർ എഫക്റ്റീവ്ലി നമുക്ക് രാവിലെ കിട്ടിയില്ലേ? 5 to 6, 6 to 7, 7 to 8. ഓക്കെ, അപ്പോൾ നമുക്ക് 3 മണിക്കൂർ നമ്മൾ രാവിലെ പഠിച്ചതിൻ്റെ ഒരു ഫ്രഷ്നെസ്. ഓക്കെ, നമ്മൾ തുടങ്ങി, നമ്മൾ ദിവസം തന്നെ സെറ്റായി. ഈ 3 മണിക്കൂർ നമുക്ക് കിട്ടുവാണെങ്കിൽ പിന്നെ നമുക്ക് എന്താ വേണം, പിന്നെ നമ്മൾ ബാക്കി നമ്മൾ പഠിച്ചോളും. ഓക്കെ, പിന്നെ നമ്മൾ 8 to 9 എന്നൊക്കെ പറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അല്ല പത്രം ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് വായിച്ച് വിടാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കുക, എന്തെങ്കിലും കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കേൾക്കാനോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. 8 to 9 കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യം പ്രിപ്പയർ ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ സമയം അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, 8 to 9 നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് വെച്ചോ. അത് കഴിഞ്ഞിട്ട് എന്താ 9 to 10 നിങ്ങൾ ചിലപ്പോൾ ട്രാവലിങ്ങോ അങ്ങനെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വർക്കിന് പോകണമെങ്കിൽ വർക്കിന് പോകുന്ന ടൈം ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആ ട്രാവലിംഗ് ടൈം കുറച്ചും കൂടി ആ ട്രാവലിംഗ് ടൈം നിങ്ങൾക്ക് എന്താ ബസ്സിനകത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ എന്തെങ്കിലും ഹെഡ്സെറ്റ് വെച്ച് നിങ്ങൾ രാവിലെ പഠിച്ചത് തന്നെ ഒന്ന് കേൾക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിസ്റ്ററിയുടെ ജോഗ്രഫിയുടെ ക്ലാസ് കേൾക്കാനോ ഒക്കെ നിങ്ങൾക്ക് ട്രാവലിംഗ് ആണെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒക്കെ പഠിക്കാൻ ശ്രമിക്കാം. ക്ലിയർ ആണല്ലോ? കാരണം നമ്മൾ പാക്ഡ് ആയിരിക്കണം. നമുക്ക് ടൈം ടേബിൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്താ പാക്ക് ചെയ്ത് വെക്കണം. ഇപ്പം 9 to 8 ട്രാവലിംഗ്, ആ സമയത്ത് എന്ത് ചെയ്യും എന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. മനസ്സിലായോ? ഇത് ഞാൻ പറയുന്നത് എൻ്റെ ടൈം ടേബിളാണ്, എൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം ഓവറാണെന്നോ അല്ലെങ്കിൽ ഇത് ഇത്രയും പോരെന്നൊക്കെ തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റുക. ഞാൻ ജസ്റ്റ് ഐഡിയ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇപ്പം 9 to 8 ട്രാവലിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും വോയിസ് കേട്ടു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനുള്ള എന്തെങ്കിലും വീഡിയോ കണ്ടു, എന്തെങ്കിലും ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ 10 to 5 ഇല്ലേ, 10 to 5 ഈ ടൈം നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചിലപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, സ്റ്റുഡൻസ് ആണ്, ഈ സമയം നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ഈ സമയം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് എപ്പോഴൊക്കെ ബ്രേക്ക് കിട്ടുന്നോ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെ പഠിക്കുക. നിങ്ങൾ ജസ്റ്റ് നോട്ടായിട്ടൊക്കെ കയ്യിലൊക്കെ വെക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി അതല്ല, അങ്ങനെ അല്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ളവർ എന്ത് ചെയ്യുക, നിങ്ങൾ 10 to ഞാൻ ഒന്നും പറയുന്നില്ല, 10 to 2 ഒന്നും ഞാൻ പറയുന്നില്ല, 2:15 തൊട്ട് 2:15 തൊട്ട് ഒരു എത്ര മണി വരും, 3:15 3:30 ഒരു 1.5 മണിക്കൂർ അല്ല 1 മണിക്കൂർ, 3:15 2:15 3:15 ആ ഒരു സമയം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് ഇരിക്കുന്ന സമയം, ഉറക്കം വരുന്ന സമയം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഈ 10 to 5 ജോലിക്ക് പോയ ആൾക്കാർ അല്ലെങ്കിൽ പഠിക്കാൻ പോയ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വന്നിട്ട് നിങ്ങൾക്ക് രാത്രി വന്നിട്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മടുത്തിരിക്കുന്ന സമയമാണ്. നമ്മൾ PSC എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യൻ സമയത്താ ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും. ഉച്ചയ്ക്ക് നമുക്ക് ഉറക്കം വന്ന് ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ രാത്രിയൊക്കെ ആയിരിക്കും, രാത്രിയായിരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും, നമ്മൾ കുഴഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം 1 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1/2 മണിക്കൂർ അത് കറക്റ്റ് ചെയ്യാൻ എടുക്കാം. 1.5 മണിക്കൂർ കറക്ഷനും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുമായിട്ട് പോകും. 1.5 മണിക്കൂർ അവിടെ കറക്ഷനും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുമായിട്ട് പോകും. ക്ലിയർ ആണല്ലോ? അപ്പോൾ 1.5 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് വേണം നിങ്ങൾ എന്താ ബാക്കി വൈകിട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ അതിനകത്തുള്ള ഇപ്പം ഹിസ്റ്ററി അതിനകത്തൊരു ടോപ്പിക്കുണ്ട്, നിങ്ങൾ തെറ്റിയ ക്വസ്റ്റ്യനാണ്, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഏരിയ പഠിക്കുക.
ജോഗ്രഫി ആ ഏരിയ വെച്ചിട്ട് എന്ത് ചെയ്യുക, ജോഗ്രഫി പഠിക്കുക. മനസ്സിലായോ? എക്കണോമിക്സ് അത് വെച്ചിട്ട് എന്താ, എക്കണോമിക്സ് പഠിക്കുക. അങ്ങനെ ചെയ്യുക. ഓക്കെ. അപ്പം നമ്മളൊരു 3 മണിക്കൂർ നമുക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ നമ്മൾ കവർ ചെയ്യുകയും ചെയ്യും രാവിലെ. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പം സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താഴോട്ട് ഞാൻ അത്ര കറക്റ്റാക്കി വെച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഓക്കെ. ഇനി അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ടൈം ടേബിൾ തന്നെ അടുത്ത വീഡിയോയിലായിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇതനുസരിച്ച് നിങ്ങളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു 3 മണിക്കൂർ രാവിലെ നമുക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ചെയ്യാൻ നോക്കുക. ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്തടുത്ത ദിവസമായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായോ? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനുള്ള സ്ഥലം ഇട്ടേക്കണം കേട്ടോ. നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ വേസ്റ്റ് ആവും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു ചെറിയൊരു ഐഡിയ, ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു ടൈം ടേബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡേ 1 എന്താ നമ്മുടെ ഡിസംബർ 1-ാം തീയതി നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാൻ സെറ്റ് ചെയ്ത് ഞാൻ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ടൈം ടേബിൾ പറഞ്ഞു തരാം. ഇതുവരെ ഈ ഒരു ഐഡിയ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ബൈ.